എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല. അന്ന് രാത്രി തന്നെ ആളുടെ ശരീരത്തിൽ അമർന്നൊഴിച്ച് ഫ്ലാറ്റിനുള്ളിൽ പേടിപ്പിക്കാൻ ആരോ വരുന്നുണ്ട്. അതിപ്പോ മറ്റേതല്ല, ലിസി ആണെന്നാണ് എന്ന് അവർ തമ്മിൽ സംസാരിച്ച് അവർ തന്നെ തീരുമാനമായി. അപ്പൊ അതുകൊണ്ട് ഇവരടുത്ത് ഉറപ്പിച്ച് പ്രേതം ഇല്ലെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായി. നമ്മുടെ നാട്ടിൽ പ്രേത കഥകൾക്ക് ഒട്ടും ദാരിദ്ര്യമില്ല. പലരും പ്രേതത്തെ കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ടില്ല, അത് മിഥ്യയാണ് എന്നൊക്കെ പലതരത്തിലുള്ള കഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രേതം വന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? അത്തരത്തിൽ ഒരു സംഭവമാണ് നമ്മൾ കലാകൗമുദി ഇന്ന് പുറത്തുവിടുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രേതമെത്തുന്നു. പോലീസ് അതിന് പിന്നാലെ പോകുന്നു. എന്താണ് അതിന്റെ സത്യാവസ്ഥ? മുൻ DYSP ഗിൽബർട്ട് കലാകൗമുദിയോടൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ആ സംഭവത്തെ പറ്റി സാർ ഒന്ന് വിവരിക്കാം. അതെ, അന്ന് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ SI ആയിരിക്കും. രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ കടന്നു വന്ന് ആ ഹാഫ് ഡോർ തുറന്ന് ഇങ്ങനെ അകത്തേക്ക് വന്നു. ഒരു പ്രത്യേക ഒരു വെളിച്ചം, ഒരു നല്ല ഒരു താമരപ്പൂവിൻ്റെ നിറം. ആ സ്റ്റേഷനിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഗന്ധം അനുഭവപ്പെട്ടു. അപ്പോൾ അതൊരു പാലപ്പൂവിൻ്റെ ഗന്ധം പോലെ തോന്നി. സാധാരണ പ്രേതങ്ങൾ അത് പറയുമ്പോൾ പാലപ്പൂവിന്റെ മണം വരുമ്പോൾ പ്രേതം സാന്നിധ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതെ അതെ, അത്രയ്ക്ക് സുന്ദരിയാണ് ആയിരുന്നു ആ കുട്ടി. വന്ന് അടുത്ത് വന്നു. അപ്പം അതിന് ഞാനിങ്ങനെ നോക്കുമ്പോൾ അത് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വേറെ ആരെ ഡയൽ ചെയ്യുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ആ കുട്ടിയെ തന്നെ നോക്കി ഇതെന്താണെന്നൊന്നും ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്തി. ഇരിക്കുമെന്ന് കഴിയണം ഇരുന്നു. ഇത് പകലായിരുന്നു? പകല് രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോഴാണ് സംഭവം. അപ്പം ഞാൻ ഇപ്പം അവളുടെ അധരത്തിൽ നിന്ന് മുത്തുമണികൾ പൊഴിഞ്ഞു വീഴുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അധരങ്ങളിൽ നിന്നല്ല, ആ നയനങ്ങളിൽ നിന്നാണ് രത്നങ്ങൾ അടർന്ന് വീണത്. എന്താ സാർ, എൻ്റെ അച്ഛനെ 3-4 പേര് വളഞ്ഞു വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എൻ്റെ അച്ഛൻ ആരെയോ ഉപദ്രവിച്ചെന്നോ കൊന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അതിന് പകരം വീട്ടാൻ വന്നവരാണ്. അവരവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതെവിടെയാണ് ഈ സംഭവം? അത് ഗ്രീൻലാൻഡ് ഫ്ലാറ്റിൻ്റെ മുമ്പാണ്. അത് ആൽത്തറ ജംഗ്ഷന് അടുത്തുള്ള ഗ്രീൻലാൻഡ് ഫ്ലാറ്റിൻ്റെ മുമ്പാണ് സംഭവം. വേഗം എന്തെങ്കിലും ചെയ്യണം സാർ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അവർ ഉപദ്രവിക്കും. ഒരു സംശയം കൂടാതെ ഇവരിത് പറയണം. ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇതാ പറയുന്നത്. ഞാൻ ഉടനെ തന്നെ ഫോൺ ചെയ്തിട്ട് കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞു. ഒരു മൊബൈലിനെ അയച്ചിട്ട് ഈ ഗ്രീൻലാൻഡ് ഫ്ലാറ്റിൽ മുമ്പ് ചെന്ന് എന്താ വിശേഷം നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവരിയ്ക്കുകയല്ലേ. അപ്പം ഞാൻ പറഞ്ഞ് ഒരു പുറത്ത് വേറെ ആളുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു അല്പനേരം പുറത്തിരിക്കൂ, ഞാൻ അതിനിടയ്ക്ക് അവർ പോയിട്ട് വന്ന് വിവരം പറയും, വേണ്ട ചെയ്തേക്കും, കുഴപ്പമില്ല. ആ സ്ത്രീ പുറത്തേക്ക് നടന്നു. അത് നടക്കുന്നത് തന്നെ ഒരു പ്രത്യേക താളാത്മകത ഉണ്ടായിരുന്നു. വസ്ത്രം, അവരുടെ വസ്ത്രം വെള്ള സാരി ആയിരുന്നു. കണ്ടപ്പോൾ ഒരു സംശയം ഇല്ല, എന്തോ ഒരു പ്രത്യേകത തോന്നി. അതിന് അത്രയ്ക്ക് സൗന്ദര്യവും ആ ഒരു പ്രത്യേക സുഗന്ധവും കണ്ടപ്പോൾ എന്തോ ഒരു തോന്നിയതെന്നേ ഉള്ളൂ. ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായ സംസാരവും ഇതൊക്കെ തന്നെ. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ല. ആൾ ഇറങ്ങിപ്പോയതിപ്പോൾ ഞാൻ നോക്കിയത് എന്താ പുറത്തുനിന്ന്. അത് കഴിഞ്ഞ് പോലീസുകാരെടുത്ത് പറഞ്ഞ് മറ്റുള്ളവരെ ഓരോരുത്തരായിട്ട് കയറ്റി വിടാൻ പറഞ്ഞു. അവരെല്ലാം കയറി വന്നു. അവരുടെ പരാതികളൊക്കെ ഇട്ട് ഇങ്ങനെ അവർ പരാതി എന്ന് വാങ്ങിച്ചിട്ട് ഉടനെ പോലീസുകാരെ നോക്കാനൊക്കെ അന്വേഷിക്കാനൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ ഇരുന്ന് അപ്പോൾ ഒരു അരമണിക്കൂർ ആയില്ല. അതിന് 20 മിനിറ്റിനകത്ത് തന്നെ കൺട്രോൾ റൂമിൽ ASI വന്നു. എന്നിട്ട് പറഞ്ഞു, സാറ് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഞാൻ അവിടെ 3 ഫ്ലാറ്റുണ്ട് ഗ്രീൻലാൻഡ് അല്ലാതെ. അപ്പം 3 ഫ്ലാറ്റിലും പോയിട്ട് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതെന്താ ഈ സ്ത്രീ ഇങ്ങനെ കള്ളം പറഞ്ഞ എന്തിനാന്ന് പറഞ്ഞ് പാറാവാരനടുത്ത് വിളിച്ച് പറഞ്ഞു, അവിടെ ഒരു ലിസി എന്ന് പറഞ്ഞൊരു സ്ത്രീ നിൽപ്പുണ്ട്, ഇങ്ങനെ വരാൻ പറയും. പോലീസുകാരൻ അവിടെയൊക്കെ നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ, സാറ് അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഇല്ല, താൻ എവിടെയാ നോക്കിയത്? അപ്പം ഞാൻ പോലീസുകാരൻ മനഃപൂർവ്വം പറയണ കാര്യം, സ്ത്രീ ഇറങ്ങി പോയതല്ലേ. അപ്പോൾ ഇയാളെ വഴക്ക് പറഞ്ഞിട്ട് ASI തന്നെ പറഞ്ഞു, നിങ്ങളൊന്ന് നോക്കൂ, അവിടെ ഒരു വെള്ള സാരിയൊക്കെ കൊടുത്തൊരു സ്ത്രീ നിൽപ്പുണ്ട്. ASI പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞ്, സാർ അങ്ങനെ ഒരാളെ അവിടെ കാണാനില്ല. പെട്ടെന്ന് ഒരു റോഡിലൊരു ശബ്ദമൊക്കെ ഇട്ട് ആ പോലീസുകാരൊക്കെ ഓടി നോക്കിയപ്പം സ്റ്റേഷൻ്റെ മുമ്പിലാണ് റോഡ്. അവിടെ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞ് ആ സ്കൂട്ടറുകാരൻ മറിഞ്ഞ് വീണ്. അയാൾ പറഞ്ഞ അയാളെ സ്കൂട്ടറിൻ്റെ മുമ്പ് കൂടെ ഒരു സ്ത്രീ വേറെ ഓടിയെന്ന് പറയുന്നു. പക്ഷെ അവിടെ അടുത്തു നിന്നവരാരും അത് കണ്ടിട്ടുമില്ല. കള്ളു കുടിച്ചോണ്ട് വീഴുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവനെ പിടിച്ചെണിപ്പിച്ച് വിട്ടിട്ട് പോലീസുകാർ വന്ന് പറഞ്ഞ് അത് അവൻ കള്ളം അടിച്ചിട്ട് വീണാണ് സാർ എന്ന് പറഞ്ഞു. ശരി, സ്റ്റേഷനിലേക്ക് സ്ത്രീ വന്നത് സാർ മാത്രമേ കണ്ടുള്ളൂ, മറ്റവരാരും കണ്ടിട്ടില്ല. വന്നിട്ട് ഇറങ്ങി പറവാറാണ് കയറ്റി വിട്ടത്. ഇറങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ അയാൾ അടുത്ത് നിൽക്കുകയായിരിക്കും എന്നാണ് ഞാനും കരുതിയത്. പക്ഷെ എനിക്കതൊരു എന്തിനാ ഈ പോലീസ് സ്റ്റേഷൻ വന്ന് കള്ളം പറഞ്ഞു എന്നൊരിതാണ്.
ASI എടുത്ത് പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, അത് ഫാൾസ് ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഇന്ന് റിപ്പോർട്ട് കൊടുത്തേക്കും എന്ന് പറഞ്ഞ് ASI പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നെയും കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്, അവരെയൊക്കെ ഓരോരുത്തരായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം എന്നിട്ട് എൻ്റെ മനസ്സിൽ ആ സ്ത്രീ എന്തിനാ നമ്മുടെ പോലീസ് സ്റ്റേഷൻ നമ്മളെ കളിപ്പിച്ചെന്തിനാണ് എന്നാൽ അവളെ കണ്ടെത്തണം. പക്ഷെ അപ്പോഴല്ലേ ഒരു പ്രശ്നമാണ് ആലോചിച്ചത്, അവിടെ പേരും പറഞ്ഞതല്ലാതെ അഡ്രസ് ഒന്നും ചോദിക്കാൻ പറഞ്ഞു, ഫോൺ നമ്പർ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്നാലും ഒരു ഗ്രീൻലാൻഡ് ഫ്ലാറ്റിന്റെ മുമ്പ് ചെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് 2 പോലീസുകാരെ കയറ്റി ഗ്രീൻലാൻഡ് ഫ്ലാറ്റിന്റെ മുമ്പ് എത്തും. ഞാൻ അവിടെ ചെന്നപ്പം സെക്യൂരിറ്റിക്കാരൻ ഓടി വന്നു. അയാൾക്ക് മനസ്സിലായി കൺട്രോൾ റൂമിൽ നിന്ന് ആള് വന്നിട്ട്, സാറ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, താൻ എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് വന്നു? ഞാൻ 7 മണിക്ക് വന്നു. അതിനുശേഷം ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ, താനൊരു കാര്യം ചെയ്യും, സെക്രട്ടറിയെ വിളിക്കുക നോക്കട്ടെ. അപ്പോൾ സെക്രട്ടറി വിളിച്ച് അയാൾ ഇന്റർകോമിൽ കൂടെ സെക്രട്ടറി വിളിച്ച്, സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാൾ വന്നു. സാർ അകത്തിരിക്കാം, കയറി ഓഫീസിനകത്ത് വരും. നിങ്ങളിവിടെ സെക്രട്ടറി ആയിട്ട് വന്നിട്ട് എത്ര ദിവസമായി? അപ്പോൾ 5 വർഷമായി. ലിസി എന്നൊരു ആരെങ്കിലും ഒരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു സ്ത്രീ. സാർ ഈ 100 ആളുകൾ ഈ ഇവിടെ താമസമുണ്ട്, വീട്ടിൽ ലിസി എന്ന് പേരുള്ള ആരുമില്ല. നിങ്ങൾ 5 വർഷമായല്ലോ, അതിന് മുമ്പ് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നോ ചോദിക്കുക. നിങ്ങളുടെ സാർ അത് ഞാൻ മുൻ സെക്രട്ടറി ഉണ്ട് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. മുൻ സെക്രട്ടറിയെ ഫോൺ ചെയ്ത് വിളിച്ച് അയാൾ ഓടി വന്ന് നമസ്കാരമൊക്കെ പറഞ്ഞിരിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ലിസി എന്നൊരു പെൺകുട്ടി ഇവിടെ ആരെങ്കിലും താമസിച്ചിരുന്നായിട്ട് അറിയാമോ? അറിയാം സാർ. അപ്പോൾ എത്ര വർഷത്തിന് മുമ്പാണ് താമസം? അതൊരു 10 വർഷത്തിന് മുമ്പാണ് താമസിച്ചത് സാർ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു സാർ. എന്തായിരുന്നു അവർ ആ സ്ത്രീ ഇവിടുന്ന് പോയത് കാര്യം എന്താ സാർ? അവരുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഈ ഫ്ലാറ്റിൽ താമസത്തിന് വന്നത്. അത് ജോസ് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ച, അവിടെ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പൊ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് കൂടുതലൊന്നും അന്വേഷിക്കാതെയാണ് ഇവനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അവര് വാങ്ങിച്ചു കൊടുത്ത ഫ്ലാറ്റിലാണ് ഇവര് താമസത്തിന് വന്നത്. നല്ല സുന്ദരിയായ സ്ത്രീ ആയതുകൊണ്ട് ഈ ഫ്ലാറ്റിൽ എല്ലാവരുമായിട്ട് വലിയ കാര്യമായിരുന്നു, എല്ലാവർക്കും നല്ല സ്നേഹമായിരുന്നു, എല്ലാവരുമായിട്ട് ആ കുട്ടി നല്ല ഇടപെടുകയും ചെയ്തു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. കല്യാണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അവിടെ ഇവർ തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടായി. അതിനൊരു കാരണമുണ്ട്. ഇവൻ സ്ഥിരം മദ്യപാനിയും ഒരു ഗുണ്ടാ ഗാങ്ങിൽ പെട്ടവനാണ്. അപ്പൊ ഈ സ്മഗ്ലിങ്ങും അതും ഇതൊക്കെ നടക്കുന്ന ഗാങ്ങിലാണ്. വീട്ടുകാരതൊന്നും അന്വേഷിക്കാതെ ഇവിടെ ഈ സൗന്ദര്യം കണ്ട് നല്ല പേഴ്സണാലിറ്റി ഉള്ള നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അത് മാത്രമേ കണ്ടുള്ളൂ, ഈ കുട്ടി പറഞ്ഞ മാത്രമേ ഉള്ളൂ. അവനെ പറ്റി അന്വേഷിച്ചില്ല. അങ്ങനെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ട് ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്ത് താമസമാക്കിയത്. പക്ഷെ 1 മാസം ആയില്ല, അതിനുമുമ്പ് ഒരു മർഡർ കേസിലെ പ്രതിയായി. സാറിന് ഇവന് പൈസ ഇടപാടിൽ ആരുമായിട്ടോ തർക്കം ഉണ്ടായി, ഇവരെല്ലാവരും കൂടെ തന്നെ അടിച്ച് അവൻ മരിച്ചുപോയി. ആ ദിവസം തന്നെ അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, അന്ന് രാത്രി തന്നെ ആളുടെ ശരീരത്തിൽ അമർന്നൊഴിച്ച് ഫ്ലാറ്റിനുള്ളിൽ. പേടിപ്പിക്കാൻ ആരോ വരുന്നുണ്ട്, അതിപ്പോ മറ്റേതല്ല ലിസിയാണെന്ന് എന്ന് അവർ തമ്മിൽ സംസാരിച്ച് അവർ തന്നെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് ഇവരടുത്ത് ഉറപ്പിച്ച് പ്രായം ഇല്ലെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായി. ഈ പെൺകുട്ടിക്കാണെങ്കിൽ ലിസിക്കാണെങ്കിൽ വീട്ടിൽ പറയാൻ നോക്കില്ല. ഇവളാണ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചുകൊണ്ട് അവൻ കൊലക്കേസിൽ പ്രതി എന്ന് പറഞ്ഞ വീട്ടുകാരടുത്ത് അറിയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, അന്ന് രാത്രി തന്നെ ആളുടെ ശരീരത്തെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു ഫ്ലാറ്റിനുള്ളിൽ. നിലവിളി കേട്ട് ഓടിയ ആളുകൾ എന്നപ്പോൾ കഥ അടച്ചിരുന്നതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ. പക്ഷെ കഥകളൊക്കെ ചവിട്ടി തുറന്ന് അകത്തുകാർ നോക്കിയപ്പോഴും കംപ്ലീറ്റ് കരിഞ്ഞ് മരണം, അടുത്ത് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയായപ്പോഴും അത്രയ്ക്ക് കത്തി പോയി. എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വേദനയായിപ്പോയി. അവർക്കും ആ ഫ്ലാറ്റിലെ താമസക്കാർക്ക് മാത്രമല്ല, ആ നാട്ടുകാർക്കും അതൊരു വല്ലാത്തൊരു വേദനയായി. ലിസി എന്നൊരു പെൺകുട്ടി മരിച്ചുപോയി എന്നുള്ളത്. മരിച്ചു, അത് തൊടാൻ പറ്റില്ല, കരിഞ്ഞു പോയി, കത്തി കരിഞ്ഞു പോയി. അത് അങ്ങനെയാണ് ഇവിടുന്ന് അവർ പോയത്. ഒരു 10 സാർ അതിനുശേഷം ഒരു 10 കൈവെങ്കിലും മറിഞ്ഞ് കാണും. ആ ലിസിയുടെ വീട്ടുകാർ അത് വേറെ ആർക്കോ കൊടുത്ത് അവർ 10 കൈ മറിഞ്ഞു. അവരാരും സ്ഥിരമായിട്ട് താമസിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഫ്ലാറ്റിൽ രാത്രി അതൊരു സ്ത്രീ വന്ന് അവരെ പേടിപ്പിക്കുന്നെന്ന് പറഞ്ഞ് അവർ മാറിപ്പോ. അപ്പൊ അവിടെ ആദ്യം ഉണ്ടായിരുന്നു, ആ കുട്ടി അവിടെ തന്നെ ഉണ്ടെന്നാണ് ഇവരുടെ വിശ്വാസം. വരുന്നവര് അവര് മാറും. അങ്ങനെ 10 ഫാമിലിയുണ്ട്. അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്.
നിങ്ങൾക്ക് വല്ല അറിയുന്ന അനുഭവം ഉണ്ടോ സാർ? ഇത് അവർ ഈ ഫ്ലാറ്റ് മാറിയവർ പറഞ്ഞതല്ലാതെ എത്ര കഥകളാണ് സാർ. രാത്രിയിൽ ഈ ലിഫ്റ്റ് വഴി ആരെങ്കിലും കയറി വരികയാണെങ്കിൽ കൂടെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് പേടിച്ച് രാത്രി ലിഫ്റ്റിൽ ആരും കയറാതെ ആയി. ഇടനാഴിയിൽ കൂടെ നടന്നു വരികയാണെങ്കിലും ഒരു സ്ത്രീ കൂടെ പുറകെ വരും. അങ്ങനെ ഫ്ലാറ്റിലെ ആളുകൾക്ക് എല്ലാം ഭയങ്കര കൂടെ ഭയമായി. ഇത് ഫ്ലാറ്റിലെ എല്ലാവർക്കും അറിയാം സാർ. ഞങ്ങളുടെ സെക്യൂരിറ്റിക്കാരടുത്ത് മാത്രം അത് പറയരുതെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും എന്താണെന്ന് അറിഞ്ഞില്ല. ആ സെക്യൂരിറ്റിയുടെ 5ാമത്തെ ഏജൻസിയാണ് ഇപ്പൊ അതിനുശേഷം നിൽക്കുന്നത്, ഈ 10 കൊല്ലത്തിന് ശേഷം. കാരണം രാത്രി നിൽക്കുമ്പോൾ സെക്യൂരിറ്റിക്കാർ അവിടെ ഇരിക്കുമ്പോൾ കസേരയിൽ അങ്ങനെ മയങ്ങിയിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് തട്ടി വിളിക്കും. തട്ടി ഉണർത്തിയിട്ട് നടന്നു പോയി കുറച്ച് നേരം ആ ഇരുട്ടത്തൊന്നും ഒരു അലർച്ചയും കേൾക്കും, തിരിഞ്ഞ് നിൽക്കുന്നതും പേടിച്ചു പോരും. അങ്ങനെ അയാൾ കളഞ്ഞിട്ട് പോകും. പിന്നെ അങ്ങനെ 2-3 ആ ഏജൻസിയുടെ ആളൊക്കെ തീരുമ്പോൾ അടുത്ത ഏജൻസി വരും. അങ്ങനെ രാത്രി സെക്യൂരിറ്റിക്കാർക്ക് വരെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞു കേട്ട അനുഭവം. നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ സാർ? എൻ്റെ കൈ കിടക്കുന്ന ഇടത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര പ്രശസ്തരായ ജോത്സ്യരെ ജപിച്ചു എന്നതാണ്. ഇതിന്റെ ബലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് പറയാൻ പറയും. ഇതൊക്കെ ഇതിന്റെ ബലത്തിലാണ് ഞാനിവിടെ കഴിയുന്നത്. ഞാൻ പതുക്കെ പഴയ സെക്രട്ടറി നോക്കിയപ്പോൾ അയാൾ കൈ പിന്നിലേക്ക് വിളിക്കാന്നാണ് ക്ഷണിക്കുന്നത്. എന്തായാലും അവിടുത്തെ ആ സംഭവമൊക്കെ മനസ്സിലാക്കിയിട്ട്, എന്നാലും ഞാൻ പറഞ്ഞത് 10 കൊല്ലത്തിന് മുമ്പ് മരിച്ചതിന് ഇപ്പോഴും നിങ്ങൾ പേടിക്കിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. അപ്പോഴേക്കും സ്റ്റേഷനിൽ വന്ന ആ ഒരു സംഭവത്തിനെ സാറിന് എങ്ങനെ സ്ട്രൈക്ക് ചെയ്തു? അതും ഇതുമായിട്ട് എങ്ങനെ ഒരു അതിനെ പറ്റിയെന്ന് പറഞ്ഞ് ഞാനത് അവിടെ വെച്ചങ്ങ് കളഞ്ഞു. ഇത് അവരുടെ പേടി 10 കൊല്ലത്തിന് മുമ്പ് മരിച്ചൊരു സ്ത്രീയെ പറ്റിയത് എന്താണ്. ഞാൻ ഒന്നും മിണ്ടിയില്ലെങ്കിലും കൂടെ വന്ന പോലീസുകാർ സ്റ്റേഷനിൽ വന്ന് കാര്യം പറഞ്ഞു കൊടുത്തു. അവിടെ ലിസി എന്ന് പറഞ്ഞൊരു പ്രേതമുണ്ട്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലും ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെ ഒന്ന് പേടിപ്പിക്കുന്ന ഒരു പറച്ചിലുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞിരുന്നത് ഇവിടെ ഒരു ലോക്കപ്പിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്ത് ആ സ്ത്രീ പ്രതികാരം ചെയ്യാൻ വരുന്നതാണെന്നാണ് പറഞ്ഞിരുന്നത്. ആ സംശയം മാറിക്കെട്ടി അതല്ല, ലിസിയാണ് വരുന്നത് എന്ന് അവർ സംസാരിച്ചു. സ്റ്റേഷനിൽ വരേണ്ട കാര്യം പേടിപ്പിക്കാൻ ആരോ വരുന്നുണ്ട്, അതിപ്പോ മറ്റേതല്ല ലിസിയാണെന്ന് എന്ന് അവർ തമ്മിൽ സംസാരിച്ച് അവർ തന്നെ തീരുമാനമായി. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, അന്ന് രാത്രി തന്നെ ആളുടെ ശരീരത്തെ അമർന്നൊഴിച്ച് ഫ്ലാറ്റിനുള്ളിൽ. പേടിപ്പിക്കാൻ ആരോ വരുന്നുണ്ട്, അതിപ്പോ മറ്റേതല്ല ലിസിയാണെന്ന് എന്ന് അവർ തമ്മിൽ സംസാരിച്ച് അവർ തന്നെ തീരുമാനമായി. അപ്പൊ അതുകൊണ്ട് ഇവരടുത്ത് ഉറപ്പിച്ച് പ്രേതം ഇല്ലെന്ന് പറയാൻ സ്ഥിതിയായി. എൻ്റെ അടുത്തെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല, ഇത് പ്രേതമൊന്നും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിലും നമ്മളെ യൂണിഫോം കണ്ട പോലീസുകാരെ പ്രേതങ്ങളൊന്നും വരില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെങ്കിലും ഇവർക്ക് അത് മാത്രമല്ല, ഞാൻ പറയും ഇതിൻ്റെ ബാച്ചിലുള്ള ആളുകൾ ആരെങ്കിലും കളിപ്പിക്കാനായെങ്കിലും സ്ത്രീ അയച്ചതായിരിക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച്. എങ്കിലും ഒരു 2-4 ദിവസം കഴിഞ്ഞ് രാവിലെ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് വിവരം പറഞ്ഞു, ഇന്നലത്തെ രാത്രിത്തെ ജീഡിച്ചാറുകാരൻ ബോധമില്ലാതെ വീണെന്ന്. അതെന്തെന്ന് ചോദിച്ചോ പറഞ്ഞ് ഇങ്ങനെ രാത്രി എന്തോ 12 മണി കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ട് പുറകെ ഇയാൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു മരത്തിന്റെ കൊമ്പിൽ ഒരു സ്ത്രീ ഇരുന്ന ഇയാളെ കണ്ടപ്പോ ഒന്ന് ചിരിച്ച് ഇയാൾക്ക് ബോധം കെട്ട് വീണു. മരത്തിന്റെ കൊമ്പടിഞ്ഞ് വീഴുകയും ചെയ്ത് ഇയാൾ പേടിച്ചു. ഇയാള് പിന്നെ പോലീസുകാരെ കൂടെ വെള്ളം കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ വെളി പറയാനും മടിയാണ്, ഇങ്ങനെ പേടിച്ച് ക്ലോസുകൾ പേടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്നപ്പോൾ ഇത് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ വേറെ ഒരു ജോലിയില്ല, ഈ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ പ്രേതം വരുന്ന എങ്ങനെ എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കെങ്കിലും തന്നെയും എൻ്റെ മനസ്സിലൊരു ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇല്ലാതെ തറപ്പിച്ച് പറയാനും പറ്റില്ല. അങ്ങനെയുണ്ട്. അത് ആ സംഭവം പറയാം. ഞങ്ങൾ ഒരു ഫാമിലി ടൂർ പോയി വേളാങ്കണ്ണിയിൽ. 2 ഫാമിലിയായിട്ട് 2 കാറിലാണ് പോകുന്നത്. ഞങ്ങൾ ഈ പോകുന്ന വഴി മധുരയിൽ ചെന്നിട്ട് 2 വഴിയുണ്ട് പോകാനായിട്ട്. ഒരു വഴി ഇങ്ങനെ പുതിയ പോയിട്ടില്ലാത്ത വഴിയല്ലേ, അതിലേ പോകാന്ന് പറഞ്ഞ് വന്നപ്പോഴും എത്ര ദൂരം ഓടിച്ചിട്ട് വണ്ടി 2-3 മണിയായപ്പോഴും ആ വിജനമായ റോഡിൽ കൂടെ ഇങ്ങനെ ഓടിച്ചിട്ടും സ്ഥലം എത്തുന്നില്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ മൂത്രം ഒഴിക്കാമെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് വണ്ടി ഒന്ന് നിർത്തി, 2 വണ്ടി ഇങ്ങനെ നിർത്തി. അപ്പോൾ ഞാൻ ഇറങ്ങി ഓടിച്ചെന്ന് മൂത്രം ഒഴിക്കാൻ പോയി. വേറെ മോനും മറ്റൊരു എല്ലാവരും ഇറങ്ങി 2 പേര് ഇറങ്ങി ആരൊക്കെ. അപ്പോൾ എൻ്റെ പുറകെ കൂടെ മറ്റേ വണ്ടിയിലുണ്ടായിരുന്ന ബ്രദർ ഇറങ്ങി വെളിയിൽ എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കണ്ടു.
അപ്പോൾ ഞാൻ തിരിച്ച് കയറി ഒന്ന് നോക്കുമ്പോൾ ബ്രദർ വണ്ടിയിലിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എൻ്റെ പുറകെ ബ്രദർ അല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടതാണ്. അപ്പൊ ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയാണ് എന്തെന്ന് എന്താ ഇറങ്ങാത്ത. അപ്പൊ പറഞ്ഞ എൻ്റെ ആ ബോർഡൊന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ അവിടെ ഗന്ധർവൻ കോട്ട. പേരും ഇതുങ്ങളെ കണ്ടപ്പോ ഞാൻ എല്ലാരും മേടിച്ചാണ്. ഞാൻ ഓടി വണ്ടി കയറി ഞങ്ങളെല്ലാവരും പോരെ ചെയ്തു. അപ്പൊ ഒന്ന് അപ്പുറത്ത് നിന്ന് ഒരു ചായത്തട്ടുകാരൻ ചോദിച്ചപ്പോൾ ഈ റൂട്ടിൽ ആരും വരില്ല രാത്രി, അങ്ങനെ ഒരു സ്ഥലമാണ്. അങ്ങനെ ഇപ്പോഴും ഉണ്ടത് ഗന്ധർവൻ കോട്ട എന്നാണ് അതിന് പേര്. അവിടെ ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കുന്ന സാധനങ്ങൾ ഉണ്ടെന്ന് പറയായിട്ട്. മറ്റേത് സാറിന്റെ കോബ്രദറിനെ തന്നെയല്ലേ കണ്ടത്. ഞാൻ ഇങ്ങനെ മൂത്രമൊഴിച്ചോണ്ടിരിക്കുന്ന സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു. സാർ നോക്കിയപ്പോ സാറിന്റെ കോബ്രദർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കോബ്രദർ ഇറങ്ങിയിട്ടില്ല. അത് എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടില്ല. പക്ഷെ ഞാനിപ്പോഴും അത് പറയാതെ ഒന്നല്ല, അതെന്തോ വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവരടുത്ത് ഉറപ്പിച്ച് പ്രാതം ഇല്ലെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായി. എന്തായാലും അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എനിക്ക് പ്രൊമോഷനായി. ഞാൻ വെളിയിൽ തൃശ്ശൂരായിട്ടാണ് പ്രൊമോഷനായി പോയി. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വരുന്നത് ട്രിവാൻഡ്രത്ത്. വിജിലൻസിൽ വന്നു. വിജിലൻസിൽ വന്നപ്പോൾ അവിടെ ഒരു SI യൂണിറ്റിൽ ഒരു CIക്ക് ഒരു SI 2-3 പോലീസുകാർ, ഒരു വണ്ടി, അങ്ങനെ 5 ടീമുണ്ട്. അപ്പോൾ ഓരോ ടീമിനും ഓരോ SIയും ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ വന്ന് ഫയലൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു SI വന്ന് ചോദിച്ച്, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നോക്കട്ടെ, ഓർമ്മയുണ്ട് സാർ, എൻ്റെ പേര് ജോയിച്ചനാണ്. ഞാൻ അന്ന് സാർ മ്യൂസിയം SI ആയിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു. ഓ അത് ശരി. അന്ന് സാറിന് ഓർമ്മയാണോ എന്ന് അറിയില്ല. അവിടെ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സംഭവത്ത് ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു സാർ. എന്ന് ഒരു ഉപകാരം ചെയ്യണം, എൻ്റെ അമ്മയുടെ ഓർമ്മ നാളാണെന്ന്. കാലത്ത് പ്രാർത്ഥന കഴിഞ്ഞു, സാർ ഒന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം, ഡ്രൈവർക്ക് വീട് അറിയാം സാർ. ഞാൻ പറഞ്ഞു ശരി. വൈകുന്നേരം ഞാൻ ഡ്രൈവറും കൂട്ടി ജോയിച്ചൻ്റെ വീട്ടിലെത്തി അയാൾ ഗേറ്റിൽ വന്ന് സ്വീകരിച്ച് വീട്ടിനകത്തോണ്ടിരുത്തിയത് നോക്കിയപ്പോൾ ഫോട്ടോ, അമ്മയുടെ ഫോട്ടോയിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. വർഷം കഴിഞ്ഞതിൻ്റെ ആണ്. ആ അമ്മ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്ലേറ്റിൽ 4 ചായയായിട്ടൊരു സ്ത്രീ നടന്നു വരുന്നത്. ആ സ്ത്രീ ഞാൻ എവിടെ കണ്ടിട്ടുള്ളൂ തോന്നി. ചായ കൊണ്ട് വെച്ചിട്ട് ചോദിക്കുന്നത്, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? ഞാനൊന്നും പറയാൻ പറ്റാതിരിക്കുക. സംഭവം എന്താണെന്ന് ഓർക്കുന്നില്ല. എന്താണെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് എന്നെ എവിടെ വെച്ചാണെന്ന് പറയാനൊന്നും ഓർമ്മയില്ല. അങ്ങനെ എന്നപ്പം കുട്ടി പറഞ്ഞു, സാർ അന്ന് ഒരു 10 വർഷത്തിന് മുമ്പ് സാറ് SI ആയിരിക്കുമ്പോൾ സാറിൻ്റെ ഓഫീസിൽ വന്നിട്ട് ലിസി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഭർത്താവിനെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് അത് ഞാനാണ് സാർ. ഓ, അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു സംശയം മാറിക്കിട്ടി. ജോയിച്ചൻ പുറപടി വന്നു, സാർ അന്ന് സാറിൻ്റെ സ്റ്റേഷനിൽ നിന്ന് വന്ന് കള്ളം പറഞ്ഞത് ഈ കുട്ടിയാണ്. അപ്പൊ അന്ന് അവർക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരി. എന്തുകൊണ്ടാന്ന് അറിഞ്ഞില്ല, അന്ന് രാത്രി തന്നെ ആളുടെ ശരീരത്തിൽ അമർന്നൊഴിച്ച് ഫ്ലാറ്റിനുള്ളിൽ. പേടിപ്പിക്കാൻ ആരോ വരുന്നുണ്ട്. അതിപ്പോ മറ്റേതല്ല, ലിസിയാണ് എന്ന് അവർ തമ്മിൽ സംസാരിച്ച് അവർ തന്നെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് ഇവരടുത്ത് ഉറപ്പിച്ച് പ്രായം ഇല്ലെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പൊ അന്ന് എന്താ പറ്റിയത്? അപ്പൊ സാറ് ഇവിടെ പോലീസ് സ്റ്റേഷനകത്ത് കയറിയിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ഞാൻ പുറത്തുനിന്ന് വന്നത്. അല്ല, വന്ന ഉടനെ ഞാൻ ഇവിടെ ഒളിപ്പിക്കാനായിട്ട് സൈഡിൽ കൂടെ പിടിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറത്ത് കയറി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ആ കൂടെ ബഹളമായിട്ട് കിടക്കുന്നത്. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, പുള്ളി അത് തിരുത്താനും ശ്രമിച്ചില്ല. പറയാൻ പറ്റാത്ത സ്ഥിതിയായി. അവിടെ അപയാത പെണ്ണ് വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ബഹളാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒന്ന് പറയാൻ പേടിയായിപ്പോയി. അപ്പൊ അന്ന് ഞാൻ അതുകൊണ്ട് പേടിച്ചാണ് അന്ന് പറയാത്തത്. അന്ന് ഇതാക്കണം. അന്ന് ഇവക്കൊരു ചെറിയൊരു മാനസിക രോഗം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ട് ലിസി എന്ന് തന്നെ പറയാൻ കാര്യം എന്ത്? അത് സാർ അന്ന് ഒരു ഫ്ലാറ്റില് 11 വർഷം, ഇവക്ക് 13 വയസ്സുള്ളപ്പം
ആ ലിസി എന്നൊരു പെൺകുട്ടി ആ ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്തു. ഈ ഫ്ലാറ്റിന്റെ അടുത്താണ് ഇവർ താമസിച്ചത്. ഇവരുടെ അടുത്താണ് താമസിക്കുക, ആൽത്തറ ജംഗ്ഷൻ ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പൊ ഈ സംഭവം അവർക്കറിയാം. ഈ പെൺകുട്ടി അന്ന് 11 വയസ്സുള്ളപ്പോഴേ ഇത് പോകുമ്പോൾ ഗേറ്റിന്റെ അടുത്ത് ആ കുട്ടി പൂ നനയ്ക്കാനും ഇതൊക്കെ വന്ന് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാനൊക്കെ വരും. അങ്ങനെ വലിയ അടുപ്പമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. ആ കുട്ടി പെട്ടെന്ന് ആത്മഹത്യ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഇവർക്ക് ഈ പെൺകുട്ടിയൊക്കെ എല്ലാം ഭയങ്കര പേടിയായി. അത് കഴിഞ്ഞാണ് അവരെ സ്കൂളിൽ പോകുന്നത്. ദിവസം കാണുമായിരുന്നത് കൊണ്ട് ഇവർക്ക് അങ്ങ് വലിയ ഇത് വിഷമായി. അത് അന്ന് രാത്രിയിൽ കുറെ കിടക്കുമ്പോഴുള്ള ലിസിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് പേടിയൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അതൊക്കെ മാറി ഒരു പട്ടാളക്കാരനായിട്ട് വിവാഹം കഴിച്ച് അത് കഴിഞ്ഞ് മാറിയെങ്കിലും ആദ്യത്തെ പ്രസവത്തോടനുബന്ധിച്ച് നോക്ക് വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടായി. ലിസിയാണെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ചികിത്സിച്ച് എല്ലാം ഭേദമായി. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി വന്നത്. നമ്മളെല്ലാം കണ്ണ് വെട്ടിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറി വന്നത്. വന്നപ്പോൾ എനിക്ക് പറയാനും പറ്റാതെ ആയി. അതാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. ഇത്രയും വലിയ സംഭവം പോലെ ഉണ്ടായിട്ടും ഫ്ലാറ്റിൽ ചെന്നതൊക്കെ അന്വേഷിച്ചിട്ടും പുള്ളി ഇത് തിരുത്തിയില്ല. സഹോദരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്ക് പറയില്ലേ, ഈ പോലീസുകാരെല്ലാം വഴക്ക് പറയില്ലേ. അപ്പൊ അങ്ങനെയാണ് അന്ന് അവിടെ വന്നപ്പോ അന്നേരം. അപ്പൊ ആ പഠന ലിസി പറഞ്ഞു, സാർ എൻ്റെ പേര് ലിസി എന്നല്ല, സാറിനെ ഓർക്കാൻ വേണ്ടി ഞാൻ ലിസി എന്ന് പറഞ്ഞത്. എൻ്റെ പേര് സിസിലി എന്നാണ്. സാർ എന്നോട് ക്ഷമിക്കണം, സാറിനെ അന്ന് പറ്റിച്ചതിന് എന്നോട് ക്ഷമിക്കണം. മരക്കൊമ്പിലിരുന്ന സ്ത്രീ ഇത് തന്നെയാണ്. അതൊക്കെ വരെ തോന്നലല്ലേ, പോലീസുകാർ ചുമ്മാ തോന്നലല്ലേ. ഇത് യഥാർത്ഥത്തിൽ പ്രേതമല്ല, അവർക്ക് ചെറിയൊരു മാനസിക ഭ്രാന്തി ഉണ്ടായിരുന്നു. അത് വെച്ച് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവിടെ ഇങ്ങനെ അഭിനയിച്ചാണ്. അത് വീട്ടിലും അങ്ങനെ പറയുമായിരുന്നു, ഞാൻ ലിസിയാണ്. കാരണം ആ ലിസി എന്ന ആ പെൺകുട്ടിയായിട്ട് ഇവർക്ക് വലിയ അടുപ്പമായിരുന്നു. യാദൃശ്യമായ ഓർമ്മ ദിനത്തിൽ പോയത് കൊണ്ടും ആ ഒരു കഥയുടെ ചുരുളായിരുന്നു. അങ്ങനെയാണ് ഇത് പ്രേതമാണെന്നുള്ളത് എന്റെ മനസ്സിലും ഇതെന്താണെന്ന് അറിയാതിരുന്നു. പക്ഷെ ഇന്ന് അത് ക്ലിയർ ആയി. പിന്നീട് ആ സ്റ്റേഷനിൽ ഈ സംഭവത്തെ പറ്റി മറ്റേ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞു. അന്ന് ആ പോലീസുകാർ അങ്ങനെ തന്നെ വിശ്വസിച്ചോണ്ടിരിക്കുന്നതായിരിക്കും. ഞാൻ പിന്നെ അതിനെ പറ്റി സംസാരിച്ചില്ല. ഞാൻ അതിനെ എന്റർടൈൻ ചെയ്യാൻ പോകില്ല. അതിന് പ്രേതം ഉണ്ടെന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഇപ്പൊ വല്ലാത്തൊരു വിഭ്രാന്തിയായി. ഇത് പ്രേതമാണോ അല്ലേ എനിക്കിപ്പോ യാഥാർത്ഥ്യം അറിയാനാണ്. ഞാൻ പെട്ടെന്ന് ചായ എടുത്ത് കുടിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഗേറ്റിനടുത്ത് ചെന്നപ്പോഴാണ് സാറെന്നൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ മറന്നു വെച്ച താക്കോൽ കൂട്ടമായിട്ട് പെൺകുട്ടി വരെയാണ്. അപ്പൊ ഞാൻ നോക്കിയത് അവളുടെ കാലിലാണ്, തറയിൽ തൊടുന്നുണ്ടോ എന്നാണ് നോക്കിയത്. തറയിൽ തൊടുന്നുണ്ട്. താക്കോല് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വെളിയിറങ്ങി. വെളിയിറങ്ങി ടാറ്റ കാണിക്കുന്നുണ്ട്. ഞാൻ വണ്ടി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞൊന്ന് നോക്കി. അപ്പോൾ പുകച്ചുരുടിനിടയിൽ നോക്കിയപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ പൊങ്ങി പോവുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പൊ എനിക്കാണ് അത് ഇതൊക്കെ എന്റെ തോന്നലുകളല്ലേ. അപ്പൊ ഞാൻ ഇത് പ്രേതമാണോ എന്ന് പറഞ്ഞ എന്റെ മനസ്സിലകത്ത് കിടന്നു തോന്നിയത് ഇപ്പൊ എന്നെ കയറി എഫക്ട് ചെയ്തു. യഥാർത്ഥ സംഭവം പറഞ്ഞപ്പോ എനിക്കാണ് കൺഫ്യൂഷൻ വന്നത്. ഈ ചില ഡോക്ടർമാർക്ക് ഈ ഭ്രാന്ത് മാറ്റാനൊക്കെ പറഞ്ഞ് ഇതാക്കുമ്പോ തിരിച്ച് ഡോക്ടർക്ക് വരും പോലെ ആയിപ്പോയത്. ഞാനതന്ന് തമാശയായിട്ട് കളഞ്ഞു. പക്ഷെ അത് പോലീസുകാർ പിന്നെ അതിനെ ഇതാക്കിയാണ് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് ആ സംഭവം എല്ലാരും അറിഞ്ഞത്. ആ ഒരാളെ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ ഇതിന്റെ കഥ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പേടിച്ചാണ് മേലുദ്യോഗസ്ഥരുടെ ഞാനാണ് ഉണ്ടായിരുന്നത്. എസ് ഐ ആയിരുന്നൊക്കെ പറയുന്നത് പേടിയാണ്. അപ്പൊ അയാള് എന്റെ സൗകര്യമാണ് വന്നെന്ന് പറഞ്ഞ ഞാൻ വഴക്ക് പറയില്ല അയാളെ. അതാണ് പറ്റിയത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് വന്നാലും പോലീസ് സ്റ്റേഷനിൽ വരില്ല. കാരണം ഞങ്ങള് രാത്രിയൊക്കെ പോകുന്ന സ്ഥലങ്ങൾ കണ്ടാ ഈ ശ്മശാനത്തിലും അതിലൊക്കെ കള്ളനെ പിടിക്കാനും മറ്റവരൊക്കെ ഒളിച്ചിരിക്കാനും ഒക്കെ ചെന്ന് പോകുന്നത്. അവിടെയൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്നിരുന്നിട്ടുണ്ട്. അവിടെ എങ്ങനെ ഞങ്ങളെ ഒന്ന് ചെയ്യാൻ ഇതുവരെ ആരും വന്നിട്ടില്ല, ഒരു പ്രേതവും വന്നിട്ടില്ല. കാര്യം അന്നറിയാം ഞങ്ങളെ കാക്കിയിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു ധൈര്യം കിട്ടും. ഞങ്ങളെ പേടിയുണ്ടെന്നും അറിയാം, വരില്ല എന്നും അറിയാം. അപ്പൊ അതല്ല, ഇതൊക്കെ ഒരു മനസ്സിന്റെ ഇതാണെന്ന് തോന്നലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉള്ള പോലീസുകാരാണ് കൂടുതലുള്ളത്. അപ്പൊ ഞങ്ങളങ്ങനെ ഒരു പേടിച്ച് ജോലി ചെയ്യാൻ പറ്റും. എന്നാൽ പേടിക്കാതിരിക്കാൻ നോക്കില്ല. ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നമ്മളതൊക്കെ കാര്യമാക്കില്ല, അതിനനുസരിച്ചില്ല. ഈ ദൈവം ഉണ്ടെങ്കിൽ പ്രേതവും കാണും എന്ന് പറയുന്നുണ്ട്. അപ്പം നല്ലതുണ്ടെങ്കിൽ ചീത്ത ഉള്ളതുപോലെ ദൈവത്തിനുണ്ടെങ്കിൽ എതിരായിട്ട് നിൽക്കുന്ന പ്രേതം കാണും എന്നൊരിതുണ്ട്.
നമ്മൾ പക്ഷെ അതിനെ ആളുകളെ പല മതത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പല മതത്തിലും പല വിശ്വാസങ്ങൾ. അതാണല്ലോ, നമ്മൾ ആരെയും ഒന്നും ആരെ എന്റർടൈൻ ചെയ്യില്ല, ആരെയും അഭിപ്രായം ഉണ്ടെന്ന് പറയാൻ ആരെയും നമ്മൾ സമ്മതിക്കില്ല. ഒരു പോലീസുകാരനും അറിയില്ല അങ്ങനെ ഒരു അത് പക്ഷേ ഇല്ലാത്തൊരു ഇതുണ്ടായി. പലരും വിളിച്ച് ചോദിക്കായിരുന്നു ഇങ്ങനെ കേട്ടല്ലോ. പക്ഷെ ആ സമയത്ത് അത് വലിയൊരു വാർത്തയായിരുന്നെങ്കിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പ്രേതബാധ എന്നുള്ള തരത്തിൽ വാർത്ത അങ്ങനത്തെ ടാക്കായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു ഇങ്ങനെ ഒരു കാര്യം. പോലീസുകാരും പേടിച്ചു. പിന്നീട് അവിടെ ഡ്യൂട്ടിക്ക് വരാൻ പോലീസുകാരും പേടിക്കും. അവിടെ പോലീസുകാർ രാത്രി ഡ്യൂട്ടി നിൽക്കുന്നവർക്ക് പേടിയായി പോയി. അതെ, കാര്യം അവരെങ്ങനെയാണ്, നിങ്ങൾ അവിടെ ചെന്നിട്ട് ഫ്ലാറ്റിൽ ചെന്ന് ചോദിക്കുമ്പോഴും അത്തരം ഒരു അനുഭവം ഉണ്ട്. അപ്പൊ അവർ കണ്ട സ്ത്രീ ഇത് തന്നെ ആയിരിക്കും. അതുമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഏതാ സെക്യൂരിറ്റിയെ രാത്രി പേടിപ്പെടുത്തിയ ഒരു സ്ത്രീ വരുന്നു, അവരുടെ തോന്നലല്ലേ. അവര് അവിടെ ഉള്ളവർ പറഞ്ഞു രാത്രി പ്രേതമുണ്ട് വരും, ഇങ്ങനെ തട്ടി വിളിക്കും എന്നൊക്കെ പറഞ്ഞു മനസ്സിൽ കിടന്നുള്ള ഒരു ഇതാണ്. മാറിപ്പോണ സെക്യൂരിറ്റിക്കാരും പറഞ്ഞിട്ട് പോകും. അപ്പൊ അടുത്ത് വരുന്നത് അപ്പൊ ഇവരെ മനസ്സിലും ഇങ്ങനെ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ വേറെ ശബ്ദങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഇരിക്കും തോന്നും പെണ്ണ് വന്നതായിരിക്കും, തട്ടി വിളിച്ചായിരിക്കും. അതൊക്കെ ഒരു തോന്നലാണ്, അല്ലാതെ ഈ പ്രേതം വന്ന് തട്ടി വിളിക്കുകയും അങ്ങനെ നടക്കുന്നതല്ല. ഇതൊക്കെ മനസ്സിന്റെ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പ്രേതം എന്ന് പറഞ്ഞ ഒരു പ്രചാരണം അന്നത്തെ സമയത്ത് വലിയ കാര്യത്തിൽ നടന്നെങ്കിലും അതിന്റെ യഥാർത്ഥ ഇതാണ്. എന്നാലും സാറിന് ഉൾക്കൊള്ളാൻ ചെറിയ അവസാനം യഥാർത്ഥ സംഭവം മനസ്സിലാക്കിയപ്പോ സത്യം ഏത് ഉണ്ടാവുമ്പോ അതിപ്പോ മനുഷ്യന്റെ മനസ്സല്ലേ. അപ്പൊ നമ്മള് എത്ര ഇത് പറഞ്ഞാലും നമ്മള് ചെറുതായിട്ട് ആടിപ്പോവും ചിലപ്പോഴൊക്കെ. ചില സമയത്ത് ചിലപ്പോഴൊക്കെ ആടിപ്പോവും. ഇതല്ലേ അതാണോ എന്നാണ് തോന്നലുണ്ടായി. അതുകൊണ്ടാണല്ലോ പോയപ്പോഴും പൊങ്ങുന്നുണ്ടോ. അതെ, അത് അത്രേ ഉള്ളു. അല്ലാതെ നമ്മൾ അതിനെ വലിയ ഇതായിട്ട് കൊടുക്കൂല. ഇതുണ്ടാവും, പ്രേതം ഉണ്ടാവും, നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ആ ധാരണ ഇതൊക്കെ നടക്കും. ഇതാണ് ആ സംഭവം. അപ്പൊ അങ്ങനെ പ്രേതകഥകൾ ഒരുപാടുണ്ട്. യാഥാർത്ഥ്യം ഏതാണ്, മിഥ്യ ഏതാണെന്ന് മനസ്സിലാക്കാനാണ് മനുഷ്യന്റെ പ്രയാസം. ഇനിയും ഇത്തരത്തിലുള്ള ഒരു രസകരമായ കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. നമസ്കാരം.